രാജു, നമ്മുടെ പാഠം ഭൂമിയെക്കുറിച്ചാണല്ലോ. സൗരയൂഥത്തിൽ ജീവൻ നിലനിൽക്കുന്ന ഒരേയൊരു ഗ്രഹമാണ് നമ്മുടേത്. ഭൂമി എങ്ങനെയാണ് രൂപപ്പെട്ടതെന്ന് പുസ്തകത്തിൽ പറയുന്നുണ്ടല്ലോ. അതെ, കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഭൂമി ചുട്ടുപൊള്ളുന്ന ഒരു ഗോളമായിരുന്നു. നിരന്തരമായി മഴ പെയ്ത് തണുത്തു. ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ജീവജാലങ്ങൾ ഇവിടെ രൂപപ്പെട്ടത്. പുറമേ കാണുന്നതുപോലെയല്ല ഭൂമിയുടെ ഉള്ളറ. ഭൂമിയുടെ ഉള്ളറ എത്രത്തോളം ചൂടുള്ളതാണെന്നറിയാമോ? വളരെ ചൂടുള്ളതാണ്. ഭൂമിയുടെ കേന്ദ്രഭാഗത്തെ ചൂട് ഏകദേശം 5500 ഡിഗ്രി സെൽഷ്യസ് ആണ്. 100 ഡിഗ്രിയിൽ വെള്ളം തിളയ്ക്കുന്നതിനേക്കാൾ എത്രയോ കൂടുതലാണത്. ഭൂമിയുടെ ഉള്ളറയെ 3 പ്രധാന ഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട്. അവ ഏതൊക്കെയാണ്? അവയുടെ ക്രമം പുറത്തുനിന്ന് ഉള്ളിലേക്ക് ഇങ്ങനെയാണ്. ഭൂവൽക്കം, ക്രസ്റ്റ്, ഏറ്റവും മുകളിലുള്ള കട്ടികുറഞ്ഞ ഭാഗം. മാന്റിൽ, ഭൂവൽക്കത്തിന് താഴെയുള്ള ഭാഗം. ഭൂമിയുടെ അകക്കാമ്പ്, കോർ, ഏറ്റവും ഉള്ളിലുള്ള ഭാഗം. രാജു, ഓരോ ഭാഗത്തെക്കുറിച്ചും വിശദീകരിക്കാമോ? നമ്മുടെ ഭൂമിയിൽ ജീവജാലങ്ങൾ കാണപ്പെടുന്നത് ഏതു ഭാഗത്താണ്? ഭൂവൽക്കം, ഇതാണ് നമുക്ക് കാണാൻ കഴിയുന്ന ഉപരിതലം. ഇതിന്റെ ശരാശരി കനം 30 കിലോമീറ്റർ ആണ്. ജീവജാലങ്ങൾ കാണപ്പെടുന്നതും ഇവിടെയാണ്. മാന്റിൽ, ഇത് ഭൂവൽക്കത്തിന് താഴെയായി ഏകദേശം 2900 കിലോമീറ്റർ കനത്തിൽ സ്ഥിതി ചെയ്യുന്നു. അകക്കാമ്പ്, ഭൂമിയുടെ കേന്ദ്രഭാഗം. ഇതിനെ പുറം കാമ്പ്, ഔട്ടർ കോർ എന്നും അകക്കാമ്പ്, ഇന്നർ കോർ എന്നും രണ്ടായി തിരിക്കുന്നു. ഇവിടത്തെ ചൂട് വളരെ കൂടുതലാണ്. ഭൂവൽക്കത്തെയും മാന്റിലിനെയും വേർതിരിക്കുന്ന പാളിയുടെ പേരെന്താണ്? അത് മൊഹോറോവിസിക് വിച്ഛേദനം, മൊഹോ ഡിസ്കണ്ടിന്യൂറ്റിയാണ്. അതുപോലെ മാന്റിലിനെയും പുറം കാമ്പിനെയും വേർതിരിക്കുന്നത് ഗുട്ടൻബർഗ് വിച്ഛേദനം ആണ്. ഭൂമിക്ക് പുറംതോട്, ക്രസ്റ്റ്, ഉണ്ടാക്കിയിരിക്കുന്നത് ശിലകൾ ഉപയോഗിച്ചാണ്. എന്താണ് ശിലകൾ? ഭൂവൽക്കത്തിൽ കാണപ്പെടുന്നതും ഒന്നോ അതിലധികമോ ധാതുക്കൾ, മിനറൽസ് ചേർന്നതുമായ വസ്തുക്കളാണ് ശിലകൾ, റോക്സ്. ശിലകൾ പ്രധാനമായും 3 തരത്തിലുണ്ട്. ഏതൊക്കെയാണ് ആ 3 തരം ശിലകൾ? ആഗ്നേയ ശിലകൾ, ഇഗ്നിയസ് റോക്സ്, ഭൂമിയുടെ ഉള്ളിൽ നിന്ന് വരുന്ന മാഗ്മ തണുത്തുറഞ്ഞ് ഉണ്ടാകുന്നവ. അവസാദ ശിലകൾ, സെഡിമെന്ററി റോക്സ്, ശിലകൾ ദ്രവിക്കുകയും പൊടിയുകയും ചെയ്ത് പല പാളികളായി അടിയുകയും ഒടുവിൽ രൂപപ്പെടുകയും ചെയ്യുന്ന ശിലകൾ. കായന്തരിത ശിലകൾ, മെറ്റമോർഫിക് റോക്സ്. ആഗ്നേയ, അവസാദ ശിലകൾ അതീവമായ ചൂടിനും മർദ്ദത്തിനും വിധേയമായി രൂപാന്തരം പ്രാപിച്ചുണ്ടാകുന്ന ശിലകളാണിവ. ഓരോന്നിനും ഓരോ ഉദാഹരണം പറയാമോ? ആഗ്നേയ ശിലകൾ, ഗ്രാനൈറ്റ്, ബസാൾട്ട്. ബസാൾട്ട് ശിലകൾ പൊടിഞ്ഞാണ് കറുത്ത മണ്ണുണ്ടാകുന്നത്. അവസാദ ശിലകൾ, ചെങ്കല്ല്, മണൽക്കല്ല്. ഇവയിലാണ് പലപ്പോഴും സസ്യജന്തുക്കളുടെ ഫോസിലുകൾ കാണപ്പെടുന്നത്. കായന്തരിത ശിലകൾ, മാർബിൾ, സ്ലേറ്റ്. ചെങ്കല്ല് ചൂടും മർദ്ദവും ഏൽക്കുമ്പോൾ മാർബിളായി മാറുന്നു. ശിലകൾക്കൊരു മാറ്റത്തിന്റെ ചക്രം തന്നെയുണ്ടല്ലോ. ഒരു ശില മറ്റൊന്നായി മാറുന്ന പ്രക്രിയയെ എന്താണ് വിളിക്കുന്നത്? അതാണ് ശിലാചക്രം, റോക്ക് സൈക്കിൾ. എല്ലാ ശിലകളും മാഗ്മയിൽ നിന്നാണ് ഉണ്ടാകുന്നത്. മാഗ്മ തണുത്ത് ആഗ്നേയ ശിലയാവുന്നു, ആഗ്നേയ ശില പൊടിഞ്ഞ് അവസാദ ശിലയാവുന്നു. ഈ 2 ശിലകളും ചൂടും മർദ്ദവും കാരണം കായന്തരിത ശിലയായി മാറുന്നു. കായന്തരിത ശില വീണ്ടും ഉരുകി മാഗ്മയായി മാറുന്നു. ഈ ചക്രം തുടരുകയും ചെയ്യുന്നു. രാജു, മനുഷ്യന് ശിലകൾ എങ്ങനെയാണ് ഉപകാരപ്പെടുന്നത്? ശിലകൾ ധാരാളം ഉപകാരപ്രദമാണ്. കെട്ടിട നിർമ്മാണത്തിന് മാർബിൾ, ഗ്രാനൈറ്റ്, മണൽക്കല്ല് എന്നിവ ഉപയോഗിക്കുന്നു. പല ധാതുക്കളുടെയും ഉറവിടമാണ് ശിലകൾ. നമ്മുടെ ഭൂമിയെക്കുറിച്ചും അതിന്റെ ഉള്ളറകളെക്കുറിച്ചും അറിയാൻ ഈ ചർച്ച ഉപകാരപ്പെട്ടു അല്ലേ രാജു? തീർച്ചയായും. അടുത്ത പാഠഭാഗം നമുക്ക് അടുത്ത തവണ നോക്കാം.